അന്താരാഷ്ട്ര യോഗാ ദിനം കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു. ശ്വാസം എടുത്ത് ഇടത് കൈ വശത്തൂടെ മുകളിലേക്ക്, ഇടത് കൈ സ്വന്തം വലത് കൈ ഇടത് കൈ അറിയില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഇനി വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യും, മുഖം ഇടത് കൈപ്പത്തിയിലേക്ക് തിരിച്ചു പിടിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കരുനാഗപ്പള്ളി ശ്രീധരീയം ഓഡിറ്റോറിയത്തിൽ നടന്നു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായി ഭാരതത്തിന്റെ വൈജാത്യങ്ങളിലും നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഏകത്വത്തിലും യോഗയ്ക്ക് വലിയ ഒരു സ്ഥാനമുണ്ട്. ഭാരതീയ സംസ്കാരത്തെ ഇന്നത്തെ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ യോഗ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈജാത്യത്തിൽ അധിഷ്ഠിതമായ നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തുന്നതിൽ, അത് ഏകീകരിക്കുന്നതിൽ യോഗ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. എന്നാൽ സമീപകാലത്ത് യോഗയെ ഏകപക്ഷീയമാക്കുന്ന ചില പരിശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രദീപ് മയ്യനാട് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യോഗ അസോസിയേഷൻ കേരള ചാപ്റ്റർ സെക്രട്ടറി രാജഗോപാൽ കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ശരീരത്തെ വേണ്ടവർക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ഈ 3 പേർക്കാണ്. ആണല്ലോ, എത്ര പേര് സമ്മതിക്കുന്നു? കൈ കേട്ടു. ഇതിന് മാത്രമല്ല കൈ ഉപയോഗിക്കേണ്ടത്. കാരണം യോഗയ്ക്ക് കോമ്പറ്റീഷൻ വെക്കാൻ പറ്റില്ല. ഒരാളുടെ മാനസികാവസ്ഥ എങ്ങനെ കോമ്പറ്റീഷനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പോ ആസന കോമ്പറ്റീഷനാണ്, യോഗ ആസന കോമ്പറ്റീഷനാണ്. ആസന ചെയ്യുന്നതിൽ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരാൾ എത്ര ഫ്ലെക്സിബിൾ ആണ്, എത്ര നന്നായിട്ട് ആസന ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അതിന് കോമ്പറ്റീഷൻ വെക്കാൻ പറ്റും. അതുകൊണ്ട് അതിന് തന്നെ ഇപ്പൊ വേറൊരു സംഘടനയുണ്ട്, യോഗാസന അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന വേറെയുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗ് കൊല്ലം ജില്ലാ സെക്രട്ടറി പള്ളിമൺ പ്രദീപ് സ്വാഗതം പറഞ്ഞു. KR രാജേഷ്, പ്രദീപ് ലാൽ പണിക്കർ, ഹരികൃഷ്ണൻ, സജയൻ, K ശിവൻകുട്ടി, P ഉദയഭാനു, PK ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.